ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ യോഗം ഈ 4 ദിവസങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപ ധാരാളമായിട്ട് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കലഞ്ഞൂർ കൊട്ടന്തറ സഹോദര അഡ്വന്റിസ്റ്റ് സഭയുടെ അങ്കണത്തിൽ തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി 4 രാത്രികളിൽ ദൈവദാസന്മാർ ദേശത്തോട് ശക്തമായി ദൈവത്തിന്റെ ദൂത അറിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാൻ, ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും ഞങ്ങൾ ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് നമ്മുടെ കൺവെൻഷൻ യോഗം. നമ്മൾ കൃത്യസമയത്ത് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും കൃത്യസമയത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെ അടുത്ത മകരെയും ഒക്കെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പന്തലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശം എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ദൈവസന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന്റെ ഫലമായി അടിയങ്ങളുടെ കൺവെൻഷൻ യോഗത്തിന്റെ 1ാമത്തെ രാത്രികാലത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ 4 ദിവസത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ ഉടനീളം എന്റെ കർത്താവിന്റെ മാറ്റമില്ലാത്ത കൃപ ധാരാളമായിട്ട് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടികളുടെ പാട്ട്, അടികളുടെ പ്രാർത്ഥന, അടികളുടെ സാക്ഷ്യം, അടികളുടെ തിരുവചന ധ്യാനം എല്ലാം എന്റെ ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേശനിവാസികളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്താൽ ഈ ദേശത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ അനേക പാപികൾ
സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവമോട് കൃപക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് പാസ്റ്റർ പി വർഗീസ് അവர்கள், ആലപ്പുഴ മദ്രസ സെക്ഷൻ പ്രസിഡന്റ് പാസ്റ്റർ ടി എ ജോൺ അവர்கள், അതുപോലെ ആലപ്പുഴ മദ്രസ സെക്ഷൻ സെക്രട്ടറി ട്രഷറർ ബ്രദർ ജോഗേഷ്, അതുപോലെ ബഹുമാനമുള്ള അധ്യക്ഷൻ, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോയൽ മണ്ണത്തായി, വേദിയിലായിരിക്കുന്ന പ്രിയ പാസ്റ്റർമാർ, സദസ്സിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഈ ശബ്ദപരിധിയിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയമായ ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഈ ശിശുനാമത്തിന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം കൂടുതലായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ കൃപാഭദ്രമായി നടത്തിയതുകൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നതുകൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ നടത്തിപ്പുണ്ടാവൽ നമ്മുടെ മേൽ ഇരുന്നതുകൊണ്ട് ഇന്ന് ഈ പദവിയിലായിരിക്കാൻ നമുക്കിടയായി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനശുശ്രൂഷയ്ക്ക് കിടക്കുകയാണ്. അപ്പോ സാധാരണ വചനശുശ്രൂഷ കിടക്കുമ്പോൾ സദസ്സിലിരിക്കുന്നവർക്ക് അവരുടെ മുഖം തെളിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രസംഗിക്കാൻ ഒരു ഇത് വരത്തുള്ളൂ. സോ ഞാൻ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല. ആരുടെ മുഖത്തും ഒരു പ്രസാദവും ഇല്ല. ഓക്കെ, നിന്റെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊന്ന് നോക്കിയേ, പ്ലീസ് ഒന്ന് നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കിയാ പ്രശ്നം തീർന്നു. നോക്കി, ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മുഖം നോക്കിയേ. സി, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോ വാടിയ മുഖത്തോട് കൂടിയല്ല, പിന്നെ എങ്ങനെയാ സന്തോഷമുള്ള മുഖത്തോട് കൂടിയിരിക്കണം. കാരണം ദൈവം നമ്മളെ നടത്തിയ വിധം അത്രയും വലുതാണ്, അല്ലേ? അത്രയും വലുതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പാട്ടുകൾ പാടുന്നത്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എന്നറിയാവുള്ള മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എന്നറിയാവുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹത്തിന്റെ ഉറവിടമായി നൽകുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹമേറിയ രാത്രികാലം കർത്താവേ, ഇന്ന് ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ ദൈവമേ, ഏഴയും പാപിയുമായ ദാസനെ ഞങ്ങളുടെ സന്നിധി ശരണപ്പെടുമോ? ദൈവമേ, അതിനോട് കരുണ കാണിക്കുമാറാകണമേ, കൃപ കാണിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, കൂടി വന്നിരിക്കുന്ന ജനത്തിന് അങ്ങ് പ്രവാചകന്മാരിലൂടെ വിളമ്പിയ വചനം ഈ പാപിയുടെ നാവിലൂടെ പറയുമ്പോ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അടിയുടെ മേൽ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. വചനം അയക്കുന്നതിലേക്ക് തിരിച്ചു വരാതെ അത് ജനത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ അങ്ങ് ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിലുള്ള അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമില്ല, ദൈവത്തിന്റെ വിശപ്പിനായിട്ട് അടികളായിരിക്കുമ്പോ ഇന്നലെ ആത്മീയ വന്നയാൾ ഞങ്ങളെ പോഷിപ്പിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹമേറിയ രാത്രികാലത്തിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം അങ്ങയുടേത്, ഈ സംസാരിക്കാസന അങ്ങയുടേത്, കേൾവിക്കാരായ ജനം അങ്ങയുടേത്, ഈ ദേശം അങ്ങയുടേതായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകൾ വ്യാപരിക്കുമാറാകണമേ. അടിയൊന്നും അറിയത്തില്ല തമ്പുരാനെ, അടിയുടെ വായിൽ കർത്താവേ അങ്ങയുടെ വചനത്തെ തുറയ്ക്കുമാറാകണമേ. കർത്താവേ, ജനത്തിന്റെ ഹൃദയത്തിൽ പഠിപ്പിക്കുമാറാകണമേ. മാനസാന്തരത്തക്കമായ ഫലം കഴിക്കുവാൻ അവിടെ നിലനിർത്തുമാറാകണമേ. സർവമാനവും മഹത്വം എടുക്കണം. സർവ്വനാമം കൃപയോടുകൂടി പ്രാർത്ഥന കേൾക്കുകയും പരമപിതാവേ. ആമേൻ, ആമേൻ. നമുക്ക് അധികം സംസാരിച്ച സമയം കളയാൻ സമയമില്ല. എന്റെ മുൻപിൽ ഇനിയുള്ളത് വെറും 45 മിനിറ്റാണ്. ഈ 45 മിനിറ്റിൽ ദൈവം നമുക്ക് നൽകി വചനത്തെ ആഴത്തിൽ പറയുമ്പോൾ അശ്രദ്ധയോടെ കേൾക്കുവാൻ എന്റെ ചിന്തി ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, മോശയോട് കൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ പോയി പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടേക്കുക. യഹോവ മോശയോട് അരുളിച്ചെയ്യുന്നു. മോശയോട് പറഞ്ഞു, മോശേ, നീ ചെന്ന് ഫറവോന്റെ അടുത്ത് പറയണം. എന്താ പറയേണ്ടത്? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ ചെയ്യുക, വിട്ടു തരിക എന്ന് പറയുക. എന്താ കാരണം? ദൈവം അത് പറയാനുള്ള കാരണം എന്താ? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടു തരിക എന്ന് ദൈവം പറയുന്നതിന് കാരണമുണ്ട്. ആ കാരണം നമ്മൾ തിരക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ കാരണം നമുക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഇതാ കാരണം. എന്താ? ജനത്തിന്റെ കഷ്ടത ആര് കണ്ടു? യഹോവ കണ്ടു. ജനത്തിന്റെ കഷ്ടത യഹോവ കണ്ട്, ജനത്തിന്റെ കഷ്ടത യഹോവ കണ്ട്, അവരുടെ നേതാക്കന്മാർ അവരിൽ ചെയ്ത പ്രവൃത്തികൾ കണ്ട് ദൈവം എന്ത് ചെയ്തു? അവരോട് മനസ്സലിഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, ആരാധിപ്പാൻ എന്റെ ജനത്തെ എന്ത് ചെയ്യുക. നമ്മുടെ കഷ്ടത ദൈവം കാണുന്നുണ്ടോ? നമ്മുടെ പ്രയാസം ദൈവം കാണുന്നുണ്ടോ? നമ്മുടെ കഷ്ടതയും പ്രയാസവും ദൈവം കാണുന്നുണ്ടോ? നമ്മുടെ കഷ്ടതയും പ്രയാസവും ദൈവം കണ്ടതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെറുതെ അല്ല. എന്റെ കഷ്ടത കണ്ട്, എന്റെ പ്രയാസം കണ്ട്, മകനെ മകനെ നീ കഷ്ടപ്പെടേണ്ട, നീ എന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ ദൈവത്തിന്റെ വചനത്തെ അയച്ച് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുക.
ഹല്ലേലൂയ. ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായിരിക്കാം. അതുപോലെ ആദിമകാലത്ത് നോക്കിയേ, ദൈവം പറഞ്ഞു, അയ്യോ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു. അവർ ഓരോ ദിവസവും അനുഭവിക്കുന്ന വേദന, ഓരോ സമയവും ഓരോ മണിക്കൂറിലും അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും പ്രയാസവും ഞാൻ കണ്ടു. അതുകൊണ്ട് മോശെ, നീ ചെന്ന് ഫറവോനോട് പറയണം, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ തീരണം, വിട്ടയക്കണം എന്ന് പറയുക. അങ്ങനെ പറഞ്ഞ മോശ പോയി ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. വിടുവിച്ചില്ലേ? വിടുവിച്ചിട്ട് വരുന്ന വഴിയിൽ അവർക്ക് ആദ്യം നേരിട്ട പ്രതിബന്ധം എന്താ? പറയുന്ന ആൾ 500 രൂപ ജോർമൻ പാസ്റ്റർ തരും. പറയൂ, ആരാ? എന്താ? ആ ചെങ്കടലിനെ എന്ത് ചെയ്തു? രണ്ടായിട്ട് വിഭജിച്ചു. അതിലൂടെ ഇസ്രായേൽ മക്കളെ നടത്തി. അല്ലേ? ആരാ? ദൈവം പറഞ്ഞു, മക്കളെ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് ചെങ്കലിന്റെ അനുഭവത്തിൽ മരണത്തിന്റെ അവസ്ഥയിൽ നീ നിന്നപ്പോ അത് വിഭജിച്ച് അതിലൂടെ ദൈവം എന്ത് ചെയ്തു? അവരെ നടത്തി. അത് കഴിഞ്ഞിട്ട് ആഹാരമില്ലാതെ വന്നപ്പോ അവർക്ക് എവിടെ നിന്ന് ആഹാരം കൊടുത്തു? ആ സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. അല്ലേ? ആഹാരമില്ലാതെ പട്ടിണി കിടന്ന നിമിഷങ്ങൾ, ആഹാരമില്ലാതെ, ജോലിയില്ലാതെ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിച്ച നിമിഷങ്ങൾ, അപ്പോ ദൈവം ആകാശത്തിൽ മന്ന തന്നു, ദൈവിക പുരുഷന്മാരെ തന്നു, ദൈവം നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതയും തന്നു, ദൈവം നമ്മളെ വഴി നടത്തി. അല്ലേ? ഓക്കെ, ഇവിടെ നോക്കി, ഇസ്രായേൽ മക്കൾ ചോദിച്ചതെല്ലാം ദൈവം കൊടുത്ത് ദൈവം കൊണ്ടുപോവുക. എങ്ങോട്ടാ? കനാൻ ദേശത്തിലേക്ക്. അല്ലെ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എങ്ങോട്ടുള്ള യാത്രയില്ല, സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയില്ല. അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് അനുഭവിച്ച നേരിട്ട എല്ലാ കഷ്ടങ്ങളും എല്ലാ പ്രയാസങ്ങളിലും ആര് വിടുതൽ കൊടുത്തു? ദൈവം വിടുതൽ കൊടുത്തതുപോലെ ദൈവം നമുക്കും വിടുതൽ തന്നില്ലേ? രോഗങ്ങൾ, കടഭാരങ്ങൾ, ഇപ്പോഴും കടഭാരങ്ങൾ ഞെരുക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ അലട്ടുന്ന ഹൃദയങ്ങൾ ഉണ്ടാകാം, വീട്ടിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. ദൈവത്തിന്റെ മേൽ നിന്റെ ജീവിതത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ രാത്രികാലം ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നീ കേട്ട വചനം വെറുതെ അല്ല. നീ കേട്ടത് ദൈവം നിന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവം നിനക്ക് നൽകിയതാ. നിരന്തരമോ നീ നശിച്ചു പോകാതിരിക്കാൻ, നീ മുടിച്ചു പോകാതിരിക്കാൻ ദൈവം തന്റെ വചനത്താൽ നിന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പാസ്റ്റർ ജോയി മോനെ പള്ളി കണ്ടില്ല. അങ്ങനെയാണോ? അല്ല. അങ്ങനെ ഇരിക്കുമ്പോ മോശയെ എന്ത് ചെയ്തില്ല? അവിടെ കണ്ടില്ല. അപ്പോ ജനം എന്താ ചെയ്തത്? അല്ലേ? ഒരു ദിവസം ആരെ കണ്ടില്ല? മോശയെ കണ്ടില്ല. വായിക്കാം, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം, 32-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി. ജനം അഹരോന്റെ അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മതി. ചെങ്കടലിൽ നിന്നപ്പോ ആര് വിടുവിച്ചു? ദൈവം വിടുവിച്ചു. മന്ന ആഹാരമില്ലാതിരുന്നപ്പോ മന്ന കൊടുത്ത് ആര് പോഷിപ്പിച്ചു? മരുഭൂമിയിൽ കാലിലെ ചെരുപ്പ് തേയാതെ വണ്ണം ആര് കാത്തു? പകൽ സമയത്ത് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ആര് വഴി നടത്തി? എന്നാൽ ഇപ്പോ മോശയെ കാണാനില്ലാത്ത ഇസ്രായേൽ മക്കൾ പറയുന്നു, ഞങ്ങൾക്ക് ആരെ ഉണ്ടാക്കി തരണം?
നന്ദി കെട്ട ജനമല്ലേ. ഒരല്പനേരത്തേക്ക് ദൈവത്തെ തള്ളിപ്പറയുന്ന, അല്പനേരത്തേക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കുന്ന, അല്പനേരത്തേക്ക് ദൈവത്തിന്റെ പാട്ട് മറക്കുന്ന, അല്പനേരത്തേക്ക് ദൈവത്തിന്റെ വചനം മറക്കുന്ന ഒരു ജനക്കൂട്ടം ഇപ്പൊ പറയുന്നു, ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം. നന്ദി കെട്ടവരാണോ? ആലോചിച്ച് നോക്കിയേ. എപ്പോഴെങ്കിലും എന്റെ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് നടക്കാൻ എനിക്ക് വഴി വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്റെ പാഠ്യപുസ്തകം എടുത്ത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്റെ വചനം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ദൈവത്തോട് മത്സരിച്ച് ഞാൻ പ്രാർത്ഥിക്കാതെ നടന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് പോകാതിരുന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ നടന്നു വന്ന വഴികളിൽ, നീ ഇരുന്ന ഇടങ്ങളിൽ ദൈവം നിന്നെ വഴി നടത്തി, ദൈവം കരുതലോടുകൂടി നിന്നെ കാത്തു. ആ ദൈവത്തെ എപ്പോഴെങ്കിലും നീ മാറ്റി വെച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമേ, ഇസ്രായേൽ മക്കൾ അങ്ങനെ ഒരു അപരാധം ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി തരണം പറഞ്ഞപ്പോ, ദൈവം എന്തിനു വേണ്ടിയാണോ വിളിച്ചിറക്കിയത് അതിനെ അവർ മറന്നപ്പോ അവിടെ 30,000 പേരാ. എത്ര പേര്? 3000 പേര് എന്ത് ചെയ്തു? മരിച്ചുപോയി. അവര് മരണപ്പെട്ടു. ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിറക്കുമ്പോ ആ വ്യവസ്ഥ നീ തെറ്റിച്ചാൽ ഓർക്കണം, ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ആ ഒരു കാര്യം. ദൈവം എന്ത് വ്യവസ്ഥക്കാണ് നിങ്ങൾ വിളിച്ചിറക്കിയത്? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ വഴി നടത്തുവാൻ, ദൈവത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി, ദൈവ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരെ വിളിച്ചിറക്കി. അത് ഇസ്രായേൽ മക്കൾ മറന്നപ്പോ 3000 പേര് അവരുടെ ഇടയിൽ നിന്ന് ചെയ്തു മാറിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ ലോകത്ത് ആരാധനയ്ക്ക് 2 രീതികളാണ് ഉള്ളത്. ഈ ലോകത്ത് ആരാധനയ്ക്ക് 2 രീതികളാണുള്ളത്. ഒന്ന് അവസ്ഥയനുസരിച്ചുള്ള ആരാധന. ഒന്ന് അവസ്ഥയനുസരിച്ചുള്ള ആരാധന. 2 വ്യവസ്ഥയനുസരിച്ചുള്ള ആരാധന. പറഞ്ഞു മനസ്സിലായോ? എന്താ? ഒന്ന് 2 വ്യവസ്ഥയനുസരിച്ചുള്ള ആരാധന. അവസ്ഥയനുസരിച്ചുള്ള ആരാധനയും വ്യവസ്ഥയനുസരിച്ചുള്ള ആരാധനയും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനും പുത്രിക്കും, ആരാ? ആദാമിനും ഹവ്വയ്ക്കും ദൈവം എത്ര മക്കളെ കൊടുത്തു? 2 മക്കളെ കൊടുത്തു. ദൈവം 2 മക്കളെ കൊടുത്തിട്ട് അവർക്ക് പേര് നൽകി. എന്തൊക്കെയാ പേര്? കായീനും ഹാബീലും പേര് കൊടുത്തു. അവർക്ക് ഒരു തൊഴിൽ അവർ തന്നെ തിരഞ്ഞെടുത്തു. ഏതാ തൊഴിൽ? ഹാബീലിന് ഏതാ തൊഴിൽ? ആടിനെ മേയ്ക്കുക. കായീൻ എന്താ തൊഴിൽ? ഇത് കഴിഞ്ഞിട്ട് കായീനും ഹാബീലും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വന്നു. അറിയാമോ? യെസ്, ആരാധിക്കാൻ വേണ്ടി വന്നപ്പോ കായീൻ എന്താ കൊടുത്തേ? ഉറക്കെ പറഞ്ഞു. ഞാനെല്ലാം ഇങ്ങോട്ടൊക്കെ വരും. പറയൂ, ഉറക്കെ പറയൂ. കൃഷിഫലങ്ങൾ കൊടുത്തു. അടുത്ത ഹാബീൽ എന്നാ കൊടുത്തേ? ആടിനെ കൊടുത്തു. ആരതിൽ പ്രസാദിച്ചു? സോറി, ഓക്കെ, ഞാൻ മോളോട് എന്താ പറഞ്ഞേ? ഹാബീൽ എന്താ കൊടുത്തത്? ആട്ടിൻകുട്ടിയെ കൊടുത്തു. ആരതിൽ പ്രസാദിച്ചു? ഹാബീൽ. എന്തുകൊണ്ടാ ഹാബീലിനെ പ്രസാദിപ്പിച്ചത്? സാറും ഞാനും ഞങ്ങൾ കൈക്ക് പിടിച്ച് നല്ല രീതിയിൽ കളിച്ചു നടക്കുന്ന ആൾക്കാരാ, ഭയങ്കര കൂട്ടുകാരാ, അല്ലേ? ഞങ്ങൾ സന്നിധി വന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കൊണ്ടാ വന്നത്, അല്ലേ? എന്താ? ഞാൻ ഫ്രൂട്ടും വെജിറ്റബിളും, എനിക്ക് അതാണ് കൃഷി. ഞാൻ അത് കൊണ്ടുവന്നു. സാർ എന്ത് കൊണ്ടുവന്നു? ആട്ടിൻകുട്ടി കൊണ്ടുവന്നു. സാറ് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം കൈവച്ച്
സാറിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഓക്കെ, ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ചിരുന്നവർ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ കൊണ്ടുവന്ന ആ ആരാധനയ്ക്ക് കൊണ്ടുവന്ന സാധനത്തിൽ ഒന്നിൽ പ്രസാദിച്ചു, ഒന്നിൽ പ്രസാദിച്ചില്ല. എന്താ കാരണം? ദൈവ വ്യവസ്ഥ അനുസരിച്ച് പറയുമ്പോ ഇവൻ ഉണ്ടായിരുന്നതല്ലേ അവൻ കൊണ്ടുവന്നേ? അവന്റെ പറമ്പിൽ നിന്നല്ലേ കൊണ്ടുവന്നേ? കട്ടും മോട്ടിച്ചാണോ കൊണ്ടുവന്നേ? അല്ല, അവൻ കട്ടും മോട്ടിച്ച് കൊണ്ടുവന്നില്ല. അവൻ എന്ത് ചെയ്തു? അവന്റെ പറമ്പിൽ നിന്ന് അവന്റെ സാധനം കൊണ്ടുവന്നപ്പോ ഇവിടെ പറയുന്നു, നിന്റെ അനുഗ്രഹിച്ച ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? മോശമുണ്ടോ? ഇല്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. എന്താ കാരണം അറിയാമോ? കാലങ്ങൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം അബ്രഹാമിന്റെ മകനെയും കയ്യിൽ പിടിച്ച് എന്തിനാ സാറിനെ കൊണ്ടുനടക്കുന്നേ? എന്തിനാ? നിങ്ങളാരും ഉറങ്ങാതിരിക്കാൻ സാറിന്റെ കൈ പിടിക്കുമോ? നിങ്ങൾ എല്ലാവരും എഴുതിച്ചിരിക്കും. ഓക്കെ, അതുകൊണ്ട് സാറിനെ കൊണ്ടുനടക്കാം. ഓക്കെ, ഞാൻ അബ്രഹാമിന്റെ മകനും ഇത് യാഗത്തിന് വേണ്ടി ഇവിടെ പോകുന്നു. മോറിയാമലയിൽ പോകുമ്പോ മകൻ അപ്പനോട് ഒരു ചോദ്യം ചോദിക്കും. എന്താ? അപ്പ എല്ലാം ഉണ്ട്. എന്തൊക്കെയാ? വേറെ ഉണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പ യാഗത്തിലുള്ള ആടവിടെ? യാഗത്തിലുള്ള ആടവിടെ എന്ന് ചോദിക്കുക. ആരാ ചോദിച്ചത്? അപ്പനോട് ആര് ചോദിച്ചു? മകൻ ചോദിച്ചു. ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നപ്പോ ഒരാൾ ആരാധന കഴിച്ചത് ദൈവം അംഗീകരിച്ചുവെങ്കിൽ എവരിത് പറഞ്ഞു കൊടുത്തത് ആരാ? ആരാ പറഞ്ഞു കൊടുത്തേ? പൈസയില്ല, പറയും. ആരാ പറഞ്ഞു കൊടുത്തേ? മാതാപിതാ. അബ്രഹാമിന്റെ മകൻ ആരാ പറഞ്ഞു കൊടുത്തേ? ഇസ്ഹാഖിന് ആരാ പറഞ്ഞു കൊടുത്തേ? അങ്ങനെയാണെങ്കിൽ കായീനും ഹാബീലും ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ആദമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവിടെ നോക്കിയേ, ആദം പറഞ്ഞു കൊടുത്ത പ്രകാരം വ്യവസ്ഥയിലൂടെ ആരാധിച്ചു? ഹാബീൽ ആരാധിച്ചു. പക്ഷേ കായീൻ എന്ത് ചെയ്തില്ല? അത് കേട്ടില്ല. അപ്പോ ഇവിടെ 7ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. 7ാം വാക്യം, 4:7. ഇവിടെ പറയുന്നു, നീ നന്മ ചെയ്തു എങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? അടുത്ത് വായിച്ചേ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. നീ നന്മ ചെയ്തില്ലെങ്കിലോ പാപം എവിടെ കിടക്കുന്നു? വാതിൽക്കൽ കിടക്കുന്നു. ആഗ്രഹം ഇവിടെ പറയുന്നു, പാപം എവിടെ കിടക്കുന്നു? വാതിൽക്കൽ കിടക്കുന്നു. അതായത് എബ്രായ എഴുത്തുകൾ ചിലത് പറയുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ എഴുത്തുകളിൽ ചിലത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാപം വാതിൽ കിടക്കുന്നു എന്ന് പറയുന്നതിന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വാതിൽക്കൽ ഒരു ആട്ടിൻകുട്ടി ഉണ്ട്. അതിനെ എടുത്തുകൊണ്ട് നീ എന്തുകൊണ്ട് നിനക്ക് നന്മ ചെയ്തുകൂടാ? ചോദ്യം. ഏതാ? നീ അതിനെ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് നന്മ ചെയ്തുകൂടാ? ചോദ്യം. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല. നെവർ മൈൻഡ്. ആരാധിക്കാൻ നിങ്ങൾ എങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ രീതിയിൽ ഞാൻ ആരാധിക്കും. അതിപ്പോ നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പോയതുപോലെ വന്നിരിക്കും. നിങ്ങൾ ആരാധനയ്ക്ക് പോയാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നിരിക്കും. പ്രിയമുള്ള സഹോദര സഹോദരി, ഇവിടെ അങ്ങനെ ആരാധനയുടെ വ്യവസ്ഥ കായീൻ തെറ്റിച്ചപ്പോ ദൈവം പറഞ്ഞു, കായീൻ എന്നവൻ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ആണോ അല്ലയോ? ആരാധനയുടെ അവസ്ഥക്കനുസരിച്ചല്ല ആരാധിക്കേണ്ടത്, പിന്നെന്താ? വ്യവസ്ഥക്കനുസരിച്ച് ആരാധിക്കണം. കായീൻ അവസ്ഥക്കനുസരിച്ച് കൈ കിട്ടിയത് പോലെ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് ആരാധിച്ചു. പക്ഷെ ഹാബീലോ തന്റെ പിതാക്കന്മാരോട് പറഞ്ഞു കിട്ടിയ അറിവിൻ പ്രകാരം ദൈവത്തെ അവൻ ആരാധിച്ചപ്പോ അവന്റെ ആരാധന ആര് കൈക്കൊണ്ടു?
ദൈവം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, നീ ദൈവിക വ്യവസ്ഥയ്ക്ക് പകരം അനുസരിച്ചാണോ, നീ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാണോ നീ ആരാധിക്കുന്നത്? അതേ, നിന്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം നിന്റെ തോന്നിയതുപോലെ നിനക്ക് തോന്നിച്ചതുപോലെ ആണോ ആരാധിക്കുന്നത്? ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ ദൈവത്തിന്റെ ആരാധനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയേ. ആരാധനയുടെ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുത്തിയപ്പോ പുരോഹിതന്റെ 2 മക്കൾ മരിച്ചുപോയി. ആരാധനയുടെ കാര്യത്തിൽ ആരാധനയിൽ പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിക്കാത്തത് കൊണ്ട് പുരോഹിതന്റെ മക്കൾ, ആരുടെ മക്കളാ? അഹരോന്റെ മക്കൾ എന്ത് ചെയ്തു? എന്താ പാപം ചെയ്തവര്? എന്ത് പാപം ചെയ്ത? അഗ്നി എടുത്തിട്ടു ധൂപപീഠം കത്തിച്ചു. ധൂപപീഠം കത്തിച്ചത് അന്യാഗ്നി. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സമയം പോകും, അതുകൊണ്ട് അതിലോട്ട് പറയുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാം. ഓക്കെ, അത് അസൈൻമെന്റ് ആണ്. നാളെ വരുമ്പോൾ എഴുതിക്കൊണ്ട് മാസ്റ്റർ കൈ കൊടുക്കണം. ഫസ്റ്റ് കിട്ടുന്നവർക്ക് സമ്മാനമുണ്ട്. ഞാൻ കൊടുത്തോളാം. മാസ്റ്റർ പറഞ്ഞത് ആരാണ് ഫസ്റ്റ് എഴുതിക്കൊണ്ട് കൊടുക്കണം നോക്കട്ടെ. ഓക്കെ, ഇവിടെ നോക്കിയത് അന്യാഗ്നി കൊണ്ട് വന്ന് യാഗത്തിൽ ധൂപപീഠം അവർ തെളിയിച്ചപ്പോ അവർ മരിച്ചു. എങ്കിൽ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകി കൂടെ മാസ്റ്റർ എന്ന് ചോദിച്ചു. അല്ലേ, ഇത് ആരുടെ മോനാ? അഹരോന്റെ മകനാ. വിട്ടുവീഴ്ച നൽകാമോ എന്നൊക്കെ നോക്കും. അല്ലേ, ഇവിടെ എന്തില്ല, വിട്ടുവീഴ്ചയില്ല. അവരെന്തേലും മരിച്ചു. നോക്കി, വ്യവസ്ഥകൾ തെറ്റിച്ചപ്പോ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം അവരുടെ വീട്ടിൽ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതങ്ങളെ, ഓരോ സമയവും ദൈവം നമുക്ക് നൽകിയ വചനങ്ങളെ നമ്മൾ തൃണവൽക്കരിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് വെച്ചാൽ സംഭവിക്കാമോ? ആ വചനം തിരിച്ച് നമ്മോട് ചോദിക്കും, ഈ വചനം നീ കേട്ടിട്ട് എന്തിന് നീ അനുസരിച്ചില്ല എന്ന് ചോദിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോ ദാവീദ് മഹാരാജാവ് തന്റെ ആ ഒരു മട്ടുപ്പാവിൽ നിന്ന് ഇങ്ങനെ രാജ്യത്തെ നോക്കുന്നുണ്ടോ. രാജ്യത്തെ നോക്കുമ്പോ രാജ്യത്തിലെ ജനങ്ങളും രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം വളരെ അരക്ഷിതാവസ്ഥയിലാണ്, വളരെ ക്ഷീണാവസ്ഥയിലാണ്. എന്താ ഇതിനുള്ള കാര്യം എന്ന് ദാവീദ് മഹാരാജാവ് എന്ത് അറിയാമോ ഇങ്ങനെ ചിന്തിക്കും. അപ്പോ മനസ്സിലാകും, അയ്യോ, കാലങ്ങളായി ദൈവം ഞങ്ങൾക്ക് നൽകിയ പെട്ടകം ഞങ്ങളുടെ കയ്യിലില്ല. പെട്ടകം ഞങ്ങളുടെ കയ്യിലില്ല. ആ പെട്ടകത്തെ എന്ത് ചെയ്യണം? കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് പറഞ്ഞു പോവുക. കേട്ടല്ലോ, പറഞ്ഞു പോവുക. അങ്ങനെ ദാവീദും തന്റെ 30,000 ഭൃത്യന്മാരും വാദ്യഘോഷങ്ങളോടുകൂടി എന്ത് ചെയ്തു? ദൈവത്തിന്റെ പെട്ടകം എടുക്കുവാൻ വേണ്ടി പെരുസുസയിലേക്ക് പോയി. അവിടെ പോയി പെട്ടകം എടുത്തുകൊണ്ട് വരുന്ന വഴി ഒരു സ്ഥലത്തെത്തിയപ്പോ ആട്ടവും പാട്ടും കേട്ടപ്പോ കാള എന്ത് ചെയ്തു? കാള വീണ്ടപ്പോ പെട്ടകം ചെയ്തു തറയിൽ പോയി. ആര് കയറി പിടിച്ചു? ആരാ പിടിച്ചേ? ഹോശേയാവെന്നൊക്കെ പറയുന്നത് ആരാ പിടിച്ചേ? ഉസ്സ പെട്ടകത്തിൽ കയറി പിടിച്ചു. ഉസ്സ ചെയ്തു തൽക്ഷണം മരിച്ചു. ഓക്കെ, ഇത് ആ പെട്ടകം തറയിൽ വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? പിന്നെ എന്തിനാ മരിച്ചു? അല്ലേ? അത് ഈ ബൈബിള് തറയിൽ വീഴാൻ പോയപ്പോ കേറി പിടിച്ച അല്ലേ? ഇത് അത് എന്തിനാ അങ്ങനെ? അവന് വേണമെങ്കിൽ ഒന്നും അവൻ ഒരു അടി കൊടുക്കാമായിരുന്നു. അവൻ മരിച്ചു പോയത് എന്താ കാരണം? അല്ലെ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ? ചിന്തിക്കാമോ ഇല്ലയോ? ചിന്തിക്കാം. അല്ലേ? നോക്കിയേ, ഇവിടെ ആ കേറി പിടിച്ചപ്പോ അവൻ എന്ത് ചെയ്തു? അവൻ മരിച്ചുപോയി. ഇതിന്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ഈ മരിച്ച ഉടനെ ദാവീദ് എന്ത് ചെയ്തു? ആട്ടവും പാട്ടും എല്ലാം ഒരു സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു, ശരി, ഇവിടെ നിന്ന് എടുത്തിട്ട് ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കൊണ്ട് എന്ത് ചെയ്യണം? നോക്കണം. അങ്ങനെ 9 മാസം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ എന്തുണ്ടായിരുന്നു?
പെട്ടകോട്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വേറെ സമയം പാസ്റ്റർ പ്രസംഗിച്ചു തരും. ഓക്കെ, അങ്ങനെ ഓപേദോം വീട്ടിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വ്യവസ്ഥ പ്രകാരമുള്ളൊരു കൊണ്ടുപോക്കുണ്ടായി. 1 ദിനവൃത്താന്തങ്ങൾ 15-ാം അധ്യായം 2-ാം വാക്യം. 1 ദിനവൃത്താന്തം 15:2 നമ്മൾ വായിച്ചേ. 1 ദിനവൃത്താന്തം 15:2. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ആരെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതാരാ? ലേവ്യരാ. പിന്നെ എന്തിനാ ഉസ്സ കയറി പിടിച്ച്? അതിന്റെ 13-ാം വാക്യം വായിച്ച്. 13-ാം വാക്യം. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവിടുത്തെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. നാം അവിടുത്തെ നിയമപ്രകാരമല്ലല്ലോ എന്ത് ചെയ്തത്? അന്വേഷിച്ചത് കൊണ്ടുവന്നത്. അപ്പോ വ്യവസ്ഥ പ്രകാരം പെട്ടകം ചുമക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ലേവ്യർക്കുണ്ട്. പക്ഷേ ഉസ്സ പിടിച്ചു, ഉസ്സ മരിച്ചു. എന്നാൽ 2-ാം പ്രാവശ്യം ആപത്തെ കാണിക്കുവാൻ ആരും നിന്നില്ല. ദാവീദ് നിന്നില്ല. ദാവീദ് എന്ത് ചെയ്തു അറിയാമോ? ദാവീദ് ആൾക്കാരെ വിളിച്ച്, വീണ്ടും ലേവ്യരെ വിളിച്ച് പെട്ടകം ചുമക്കുവാൻ വേണ്ടി അവർ കൊണ്ടാക്കി. അങ്ങനെ ദാവീദ് എന്തിനാമോ ഈ ഒരു വ്യവസ്ഥ പ്രകാരം ചെയ്തപ്പോ ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ രാജ്യത്തിലെത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വ്യവസ്ഥയുണ്ട്. അത് നമ്മുടെ അവസ്ഥകൾക്ക് അനുസരിച്ചല്ല ആരാധിക്കേണ്ടത്. നമ്മുടെ അവസ്ഥകൾ എന്റെ തലമുറയായി ഞങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ വ്യവസ്ഥകളല്ല നമ്മൾ പാലിക്കേണ്ടത്. ആരുടെ വ്യവസ്ഥകൾ? ദൈവത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. സാധാരണ മുടിയുള്ള ആരും കണ്ടില്ല. ഓക്കെ, സാർ എഴുതി. സാറിന് ഈ മുടിയല്ല, നല്ല സ്പൈക്ക്, ഇങ്ങനെ സ്പൈക്കൊക്കെ ഉള്ള മുടിയാണ്. ഗവൺമെന്റിന് ഒരു നിയമമുണ്ട്, ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം. ഗവൺമെന്റ് നിയമം. സാറിന് സ്പൈക്കൊക്കെ വെളിയിൽ കാണിക്കാൻ വേണ്ടി സാറ് ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കിട്ടുമോ? പക്ഷെ സ്പൈക്കൊക്കെ പോട്ടെ, എനിക്ക് ഹെൽമെറ്റ് വെച്ച് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെറ്റി അടിക്കൂല, അല്ലേ? ആണോ അല്ലയോ? ഇങ്ങനെ ദൈവത്തിന്റെ ഓരോ നിയമവും അനുസരിച്ച് കഴിഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ മാറും. ഇല്ല എങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും വ്യവസ്ഥ തെറ്റി ഞാൻ പോയിട്ടുണ്ടോ എന്ന്. എത്ര കാലം കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടതയാ. ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും വ്യവസ്ഥ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന്. ദൈവം വ്യവസ്ഥാപിതമായി ആരാധിക്കുവാൻ നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഏതാ വാക്യം? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം, അല്ലേ? 6-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഉറക്കെ പറഞ്ഞേ, എങ്ങനെ ഉറക്കെ പറഞ്ഞേ? വേറെ ദൂതൻ ഭാഷയും ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം. ആകാശവും ഭൂമി സമുദ്രം നിറവുണ്ടാക്കണേ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഇത് ഏതാ ദൂത്? അന്ത്യകൃപാദൂതിന്റെ 1-ാമത്തെ ദൂത്, അല്ലേ? എന്താണ് പറയുന്നത്? ദൈവത്തെ ഭയപ്പെടണം, അവൻ മഹത്വപ്പെടുത്തണം. എന്ത് ചെയ്യണം? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കി നമസ്കരിക്കണം എന്ന. ഇത് പറയുന്ന വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അതെവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൽ 8 മുതൽ താഴോട്ട് വായിക്കുമ്പോ വായിച്ചേ. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക.
ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. എന്താ പറഞ്ഞത്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥമായിരുന്നു. ഇത് കൽപ്പനയിൽ പറഞ്ഞിട്ട് അന്ത്യകൃപാദൂതായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് ഉള്ള ജനത്തിന് അവസാനമായി പറയുന്ന ദൂതിൽ പറയുന്നു, എന്താ? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറകളും ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യവസ്ഥ പറയുന്നത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ അല്ലേ? അല്ലേ? അതല്ലേ വ്യവസ്ഥ? എന്താ പറയുന്നത്? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ എന്ത് ചെയ്യണം? നീ ആകാശവും സമുദ്രവും ഭൂമിയും നീരുറ ഉണ്ടാക്കിയവനെ നമസ്കരി. പക്ഷേ ഇപ്പോ ആ വ്യവസ്ഥകൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റുന്നുണ്ട്, മാറുന്നുണ്ട്. എന്താ? ആ 7-ാം വാക്യം വായിച്ചേ. 14-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം. പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം. ആലോചിക്കേ, ദൈവം പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ മാറിയിട്ടുണ്ടോ ഇല്ലയോ? ദൈവത്തെ ഭയപ്പെടണം. എന്താ? ഒരു വ്യവസ്ഥയാ. അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു വ്യവസ്ഥ. നീ ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയം ഉണ്ടോ? നമ്മളെ പേടിയില്ല, പിന്നെയാണോ ദൈവഭയം? അല്ലേ? അപ്പനെ അമ്മമാരെ പേടിയില്ലാത്തൊരു തലമുറ. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ട്രിവാൻഡ്രത്തില് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പയ്യൻ എത്ര പേര് അടിച്ചു കൊന്നു? നിങ്ങളെല്ലാം വാർത്തയിൽ വായിച്ചതാ. ഇന്ന് നോക്കിയേ, ഓരോ കൊച്ചു പിള്ളേർ ചെയ്യുന്ന ക്രൈംസ്. എന്താ കാരണം? ദൈവഭയമില്ല. ദൈവത്തെ ഭയപ്പെട്ട് അവൻ മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധി നാഴിക വന്നിരിക്കുന്നു. ഇത് പറഞ്ഞു കൊടുക്കുവാൻ ഇന്നാളില്ല. എല്ലാവരും പറയുന്നു. ഇത് പറയുന്നോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുക, ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാവരും പറയുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയാം. ഞാനിപ്പോ സന്തോഷ് ബർണബാസ് ഇവിടെ വന്ന് അലക്സാറിന്റെ തലയിൽ കൈ വെച്ച് പറയാണ്, സാറേ, സാറിന്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. സാറ് ഒരു ചെറിയൊരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നു, സാറിനെങ്ങനെ രണ്ടാകാകുന്നു, സാറിങ്ങനെ പറഞ്ഞു വീഴുന്നു. അപ്പോ നിങ്ങളെല്ലാവരും ഇത് കാണുന്നു, നിങ്ങളെല്ലാവരും പറയുന്നു, അയ്യോ സന്തോഷ് മാസ്റ്റർ സൂപ്പർ എന്ന് അല്ലേ? അടുത്ത് പറയുന്നു, സന്തോഷ് മാസ്റ്റർ അടൂര് പ്രസംഗിക്കുന്നു. നിങ്ങളെല്ലാവരും വണ്ടി വിളിച്ചോടെ പോകും, അടൂര് പോകും. എന്താ കാരണം? അന്ന് അലക്സാറിനെ ഇങ്ങനെ ആക്കിയ ആളാ. ദൈവത്തിന്റെ വ്യവസ്ഥ എന്താ? നീ ദൈവത്തെ ആരാധിക്കണം. പക്ഷേ ഇന്നതാണ് നടക്കുന്നത്. അല്ല, ദൈവവചനത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ദൈവത്തിനെ ഇന്ന് ബിഗ് സീറോ ആക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വ്യവസ്ഥ നീ തെറ്റിച്ചാൽ കായിക മറന്നു കളയരുതോ. വ്യവസ്ഥ നീ തെറ്റിച്ചാൽ നീ മറന്നു കളയരുത്. വ്യവസ്ഥ നീ തെറ്റിച്ചാൽ ആഹാരോഗ്യ മക്കളെ മറന്നു കളയരുത്. ഓർക്കണം, വ്യവസ്ഥക്കനുസരിച്ച് ആരാധിക്കുവാൻ വേണ്ടിയ ദൈവം നമ്മളെ വിളിച്ചിറക്കിയത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവനെ നൽകി. ഇല്ലയോ? ഇല്ല, ജീവനെ നൽകിയോ? ജീവനെ നൽകി. അവൻ നമുക്ക് ജീവനെ നൽകി. കർത്താവ് ഒരു വ്യവസ്ഥ സ്ഥാപിച്ചിട്ട് പോയി. അവൻ പതിവ് പോലെ എല്ലാ ദിവസവും എന്ത് ചെയ്തു? പള്ളിയിൽ പോയി. എന്ന് ഏത് ദിവസം? കർത്താവ് കാണിച്ചെന്ന മാതൃക വ്യവസ്ഥയാ. ആ വ്യവസ്ഥ കർത്താവായ യേശു ക്രിസ്തു തെറ്റിച്ചോ? ഇല്ല. കർത്താവായ യേശു ക്രിസ്തു ആ വ്യവസ്ഥയ്ക്ക് ഒരു ഭംഗവും വരുത്തിയില്ല.
അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കി, ഇന്നത്തെ ജനത, ഇന്നത്തെ സമൂഹം ഓരോ കാര്യവും ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും തെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ ആലോചിച്ച് നോക്കിയേ. 5ാം കൽപ്പന എന്താ പറയുന്നത്? ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. ദൈവം കൊടുത്തൊരു വ്യവസ്ഥയിലുള്ള കാര്യം എന്താ? നിന്റെ അപ്പനെയും അമ്മയെയും. ഇവിടെ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. മക്കളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേ പോവുള്ളൂ, അല്ലേ? പണിയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരിടത്ത് ഒരമ്മ ഭയങ്കര കരച്ചില്. അമ്മ കരച്ചില് പറഞ്ഞാൽ, പാസ്റ്ററെ 24 മണിക്കൂറും അവന്താ ഇതെടുത്ത് ഇങ്ങനെ തോണ്ടി ഇരിപ്പ. 24 മണിക്കൂറും ഈ തോണ്ടി ഇരിപ്പ. ആ സെറ്റിന്റെ വില എന്ന് പറയുന്നത് 18,000 രൂപ. എത്ര രൂപ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കന് അല്ലെങ്കിൽ ഒരു പയ്യന് 18,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കാൻ ആസ്തി ഉണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചു, എന്റെ സഹോദരി, ഈ മൊബൈൽ അവൻ ആരാ വാങ്ങിച്ചു കൊടുത്തേ? അപ്പൊ സഹോദരി പറഞ്ഞു, അയ്യോ പാസ്റ്ററെ, അത് അയൽക്കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ലോൺ എടുത്ത് അവര് ഞങ്ങൾ EMIക്ക് എന്ത് ചെയ്തു? EMIക്ക് വാങ്ങിച്ചു കൊടുത്ത സാധനം കൊണ്ട് മോനിരുന്ന് തോണ്ടുമ്പോ അമ്മ പറയുന്നു, അയ്യോ അവൻ 24 മണിക്കൂറും തോണ്ടല്ല. ആരാ തെറ്റുകാരൻ? വ്യവസ്ഥയ്ക്കനുസരിച്ച് തലമുറകളെ വളർത്തിയില്ല എങ്കിൽ അവർ നമ്മുടെ കൈവിട്ട് പോയത് നമ്മുടെ കൺമുമ്പിൽ ഇരുന്ന് കണ്ട് നമ്മൾ കരയേണ്ടി വരും. എവിടേക്കുള്ള യാത്രയില്ല? എവിടേക്കുള്ള യാത്രയാ? വാക്തത്വ സ്വർഗീയ കരാറിലേക്കുള്ള യാത്രയാ. എങ്ങനെയാ വിളിച്ചത്? നിന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടു, നിന്റെ പ്രയാസം ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ അവസ്ഥ ഞാൻ കണ്ടു, അതുകൊണ്ട് എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞ് ചള്ളയിൽ കിടന്ന് നമ്മളെ, എവിടെ കിടന്ന്? ചള്ളയിൽ കിടന്ന് നമ്മളെ സ്വന്തം ജീവൻ നൽകി ദൈവം വിളിച്ചുകൊണ്ട് നിർത്തിയിരിക്കുക. ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് നിർത്തിയിരിക്കുക. എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അങ്ങനെയുള്ള നമ്മൾ നമ്മുടെ അവസ്ഥ പ്രകാരമേ ചെയ്യുമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ സ്വർഗീയ പരദീസ പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാ? സ്വർഗീയ പരദീസ ആർക്ക് വേണ്ടിയുള്ളതാ? ഒരപ്പനും മക്കളും നമ്മളെ ആലോചിക്കെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് 3 വയസ്സാകുമ്പോഴേ അവൻ എന്ത് ചെയ്തു കൊടുക്കും? LKGയിൽ പോവാൻ വേണ്ടി അഡ്മിഷൻ എടുക്കും, അല്ലേ? എടുക്കുമോ ഇല്ലയോ? എത്ര ലക്ഷം കൊടുക്കും? 1 ലക്ഷം കൊടുക്കും, 1.5 ലക്ഷം കൊടുക്കും. 10ാം ക്ലാസ് വരെ എന്ത് ചെയ്യും നമ്മള്? ഞാൻ ഇത് പഠിപ്പിക്കേണ്ടതെന്നല്ല പറയുന്നത്. 10ാം ക്ലാസ് വരെ എന്ത് ചെയ്യും? മക്കളെ ട്യൂഷന് പോ, അല്ലേ? പട്ടി ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും. 12ാം ക്ലാസ് വരെ എന്ത് ചെയ്യും? പഠിപ്പിക്കും. ഡിഗ്രിക്ക് വിടും, അത് കഴിഞ്ഞ് MAക്ക് വിടും. അത് കഴിഞ്ഞ് അവൻ നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അവൻ ജോലി വാങ്ങിച്ചു, 55-60 വയസ്സിന് അവൻ ജോലി ചെയ്യും, റിട്ടയറായി മൂലയിൽ ഇരിക്കും. ഇവിടെ കുഞ്ഞുനാളിൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, നിത്യജീവൻ എന്ന. ആ നിത്യജീവൻ കിട്ടാൻ വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ എന്താ നൽകണേ? ദൈവം ഒരു വ്യവസ്ഥ പറഞ്ഞു, മക്കളെ, അമ്മയപ്പന്മാരെ അനുസരിക്കാൻ പഠിപ്പിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരുടെ ഭവനത്തെ ചെയ്യരുത്, മോഹിക്കരുത്, ഞാനല്ലാതെ ഉണ്ടാകരുത്, യാതൊരു വിഘ്നത്തെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്, ദൈവത്തിന്റെ നാമം വെറുതെ അയക്കരുത്, ശബനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഇങ്ങനെ 10 എഴുതി ഒരു വ്യവസ്ഥ എഴുതി കയ്യിൽ തരുമ്പോ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് അനുസരിക്കുന്ന ബാധ്യത ആർക്കുള്ളതാ? നമുക്ക് ഏവർക്കും ഉള്ളതാ.
പക്ഷേ ഇന്ന് മനുഷ്യൻ ആ വ്യവസ്ഥക്കനുസരിച്ചാണോ, നമുക്ക് ലഭിച്ച വ്യവസ്ഥക്കനുസരിച്ചാണോ നമ്മൾ നടക്കുന്നത്? ചിന്തിക്കുക പ്രിയമുള്ളവരെ. ദിനം പ്രതി ദൈവത്തിന്റെ വചനത്തെ രാപകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. നമ്മൾ ഭാഗ്യവാന്മാരാണോ എന്ന് ചിന്തിച്ചു നോക്കി. സങ്കീർത്തനങ്ങൾ 112 അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 112 അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, യഹോവയെ ഭയപ്പെട്ട് നിന്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം നീ ഭയപ്പെട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വർജിക്കുമ്പോ, ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോ നമ്മൾ ദൈവത്തിന്റെ വ്യവസ്ഥയിലാകും. പക്ഷെ അതിന് വേണ്ട എന്ന് പറയേണ്ടത് വേണ്ട എന്ന് പറയണം. പക്ഷെ അതിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വർഗീയ പരദീസൻ പറയുന്നത് നമുക്ക് അന്യമായി പോകും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കിയേ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവനെ നൽകിയില്ല എങ്കിൽ നമ്മൾ ഇന്നും പടിപ്പുരയ്ക്ക് പുറത്തായേനെ. പക്ഷെ അവന്റെ ജീവൻ നൽകി അവൻ നമ്മളെ വിളിച്ചകത്താക്കിയത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നവരായിട്ട് ദൈവത്തിന്റെ വചനം അവൻ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അനുസരിക്കാൻ വേണ്ടി അവൻ നമ്മളെ വിളിച്ചിറക്കിയിരിക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല, നമുക്ക് ഇഷ്ടമുള്ള വശത്തോടെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മൾ ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കണം, നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആരാധിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദൈവം പറയുന്നു, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത 4 രാത്രികളിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തിനെ വിട്ടയക്കായെന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വിവിധ ടോപ്പിക്കുകളായിട്ട് വചനം കേൾക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ രാത്രികാലം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ അവന്റെ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യുക? ആരാധിക്കുക. ദൈവത്തെ അവന്റെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കുമ്പോൾ ദൈവത്തിന് നന്മകൾ നമുക്കുണ്ടാകും. ഹാബേലിനെ ദൈവം അനുഗ്രഹിച്ചു. ഹാബേലിന് കൂടെ ദൈവം ഇരുന്നു. ഓരോ പൂർവ്വപിതാക്കന്മാരെ നോക്കുമ്പോ അവർ ദൈവത്തിന്റെ വ്യവസ്ഥയിലൂടെ നടന്നപ്പോ ദൈവം അവരെ കൈക്ക് പിടിച്ച് അവരെ നടത്തി. ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോ പതിവ് പോലെ ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോ ദാനിയേലിനെ പിടിച്ചുകൊണ്ട് എവിടെ കൊണ്ടിട്ടു? സിംഹക്കുഴിയിലിട്ടു. സിംഹം കടിച്ചോ? ഇല്ല. ഏതൊരു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ പോകേണ്ടതുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം പോയാൽ സിംഹത്തിന്റെ ഗുഹയിലായിരുന്നാലും നീ ചെങ്കടലിന്റെ മുന്നിലായിരുന്നാലും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടി എന്താ പേടി? അയ്യോ, എന്തെങ്കിലും അസുഖം വന്ന് നേരത്തെ തട്ടിപ്പോകുമോ എന്നുള്ള പേടി അല്ലേ? ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ ഇന്ന് എടുത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ കുറഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടി, മരണ ഭയം. മനുഷ്യനെ പിന്നിലൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം 1 നൂറ്റാണ്ടില്ല സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോ സ്തേഫാനോസ് നിന്നത് എങ്ങനെയാ? മരിച്ചു പോകുന്നുള്ള പേടിയിലാണോ? അല്ല. സ്തേഫാനോസ് നിന്നത് എങ്ങനെയാ? ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ. മരണത്തെ ഏറ്റുവാങ്ങാൻ വേണ്ടി ചിരിക്കുന്ന മുഖത്തോടു കൂടി ദൈവത്തെ സ്നേഹിച്ച പൂർവ്വപിതാക്കന്മാർ നിന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവം വിളിച്ചിറക്കിയ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവം നമ്മളെ കൃപഭദ്രമായി പരിപാലിക്കും എന്നൊരു വിശ്വാസം നമ്മളുണ്ടെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടു കൂടി ഏതൊരവസ്ഥയും നേരിടുവാൻ നമുക്ക് സാധിക്കും. ചിരിക്കുന്ന മുഖത്തോടു കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായിട്ടാ
ദൈവം നമ്മളെ വിളിച്ചിറക്കുന്നത്. അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, മക്കളെ പ്രിയമുള്ള ഫറവോനെ, എൻ്റെ ജനത്തെ നീ എന്ത് ചെയ്യണം? വിട്ടയക്കണം, എന്നെ ആരാധിപ്പാൻ. ഇന്ന് ദൈവം പറഞ്ഞു, എന്താ? എന്റെ ജനത്തെ വിട്ടയക്കുക. അവർ ഇന്ന് കൺവെൻഷനുണ്ട്, പോയിരുന്ന് കേട്ട വചനത്തിൻ പ്രകാരം ജീവിച്ച് അവർ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ മറ്റനേകർക്ക് വെളിച്ചമായിരിക്കാൻ വേണ്ടി, അല്ലേ? കേട്ടുകൊണ്ട് ഇന്ന് കേട്ടിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങി കൂർക്ക വലിക്കാനാണോ? അല്ല, ഇന്ന് രാത്രി ചിന്തിക്കണം, അയ്യോ നാളെ ഞാൻ ഇത് ആരെടുത്ത് പറയണം? ആരെയും കൂടെ, ഒരാളെയും കൂടെ എങ്ങനെ ഞാൻ രക്ഷയിലേക്ക് നയിക്കണം? ഞാൻ വരുമ്പോ ഒരാളെ ഇവിടെ കൊണ്ടുവരും. ദൈവമേ, നാളത്തെ പ്രഭാതത്തിൽ എനിക്കൊരു കാഴ്ച തരണമേ. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കാനുള്ള ഒരു കുടുംബത്തെ, ഒരു സുവിശേഷ കാരണം ദൈവമേ എന്നെ ബലപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന ഹൃദയമേ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന രാത്രിയാണ്. നീ കേട്ട വചനം നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആർക്ക് വേണ്ടിയുള്ളതാ? എന്തിനാ മൈക്ക് കൂടെ പറയണേ? എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. ഇന്ന് ടി വി അടച്ചു വെച്ചിട്ട്, ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട്, സീരിയൽ മാറ്റി വെച്ചിട്ട്, വാർത്ത മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ വലയം കേൾക്കാതിരിക്കുന്ന കുടുംബമേ, നിന്നെ ദൈവം കണ്ടിരിക്കുക. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കാൻ നിന്റെ കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഒരു കൂട്ടം വിശ്വാസികൾ, ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമേ, അങ്ങനെ എരിവുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. ഈ മതിൽക്കെട്ടിനകത്തുള്ളതല്ല, മതിൽക്കെട്ടിന് പുറത്തുള്ള ജനത്തെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കാൻ കൂട്ടിവരുത്താൻ വേണ്ടി ദൈവം കൂട്ടിവരുത്താൻ ജനമാണ് നാം ഓരോരുത്തരും. അപ്പോ ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളെ ആരാധനയ്ക്ക് വേണ്ടി വിട്ടയക്കാൻ പറഞ്ഞപ്പോ ഫറവോൻ മനസ്സ് കഠിനപ്പെടുത്തിയെങ്കിലും ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. ദൈവം അവരെ വിളിച്ചു കൊണ്ടുവന്നു. ഈ രാത്രികാലം ഏതെങ്കിലും ഒരു ഭാരത്താൽ, ഏതെങ്കിലും ഒരു പ്രയാസത്താൽ, ഏതെങ്കിലും ഒരു രോഗത്താൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം എഴുതി വെച്ചോ. നീ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ നന്ദികൾ ഇന്ന് കർത്താവ് ഇടപെടും. അവൻ നമ്മൾ വിളിക്കുന്നത് വിശ്വസ്തനാണ്. അവന്റെ ചെവി മന്ദമല്ല, അവന്റെ ചെവി കേൾക്കാതിരിക്കാൻ അവൻ മന്ദമല്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തിൽ വിട്ടയക്കാൻ എന്റെ ദൈവം വരുവോടുകൂടി പറയുമ്പോ അവന്റെ ജനത്തെ കുറിച്ചൊരു എരിവുണ്ട്. അയ്യോ, ഇവൻ ആ പാപഗണത്തിൽ പെടാതെ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ സ്വന്തം ജനമെന്ന് ദൈവം നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. അഭിമാനിക്കാൻ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വന്തം ജന്മ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം. ഏതാ വ്യവസ്ഥ? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാൻ. അന്ന് നീയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും പണിവാൾക്കുള്ളവരും ഒരു വേലയും ചെയ്യരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ വലിയൊരു ആഹ്വാനം തരുമ്പോ അത് കേട്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? അത് കേട്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ദൈവം നമ്മോട് പറയുക, നമ്മൾക്ക് ഓരോ നിമിഷവും പറയുക, മക്കളെ നീ എന്റെ പ്രിയപ്പെട്ടവരാണ്. അല്ലെ? ആലോചിച്ചോക്കെ, നടന്നു നീങ്ങിയ വഴികളിൽ കൊഴിഞ്ഞു പോയ എത്രയോ ജന്മങ്ങളുണ്ട്. അവിടെയും തളരാതെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൈവരി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ വ്യവസ്ഥ പ്രകാരം ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോ, ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ ജനത്തെയും വിളിച്ചിരിക്കുമ്പോ ആ വ്യവസ്ഥ പ്രകാരം നടക്കാൻ എന്നെ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോട് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ. ദൈവം നമ്മുടെ കഷ്ടങ്ങൾ കണ്ടു, കണ്ണുനീര് കണ്ടു, നമ്മളെ വിളിച്ചിറക്കി. ഈ രാത്രികാലം നമുക്കൊന്ന് എണീറ്റിരിക്കാം. എല്ലാവർക്കും എണീറ്റിരിക്കാം. എല്ലാവർക്കും എണീറ്റിരിക്കാം. നമ്മൾ നടന്നു വന്ന വഴികൾ ഓരോന്നായി ആലോചിച്ച് നോക്കിയാണ്. നടന്നു വന്ന വഴികളിൽ നമുക്ക് നേരിട്ട കഷ്ടങ്ങളും പ്രയാസങ്ങളും ആലോചിച്ച് നോക്കിയാണ്. നടന്നു വന്ന വഴികളിൽ ദൈവത്തെ മറന്നുപോയ നിമിഷങ്ങളും നോക്കിയാണ്.
പക്ഷെ അവിടെ എന്നും വിട്ടുകളയാതെ മരണപാശങ്ങൾ നമ്മുടെ ചുറ്റും നടന്നപ്പോ, മരണം നമ്മുടെ ചുറ്റും തൊട്ടടുത്ത് വരെ വന്നപ്പോ അവിടെ എങ്ങും വിട്ടുകൊടുക്കാതെ ദൈവം തന്റെ കരത്താൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ദൈവം തന്റെ മക്കളായി നമ്മളെ കൂട്ടിച്ചേർത്തു. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. മാനസാന്തരത്തിന്റെ അനുഭവമില്ലാതെ ദൈവം കൊടുത്ത അവസരങ്ങളെ പാഴാക്കിയ കായിൽ ശപിക്കപ്പെട്ടവരായെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മളെ വിളിച്ചിറക്കി ശപിക്കപ്പെട്ടവരായിട്ടല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവമേ എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, അങ്ങയുടെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. ദൈവമേ, അങ്ങയുടെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ എന്നെ ഇടവരുത്തുമാറാകണമേ. മാനുഷിക ചിന്തകൾ എന്നെ നയിക്കാതെ വന്നാണ് ദൈവിക ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ എന്നെ ഒരുക്കുവാനാകണമേ. അപ്പാ, ഞാൻ വായിച്ച ഓരോ തിരുവചനവാക്യങ്ങളാലും എന്നെ ബലപ്പെടുത്തുമാറാകണമേ. അപ്പാ, എന്റെ കൈ വിടരുതേ അപ്പാ, എന്നെ മാറോട് ചേർക്കുമാറാകണമേ. ആണിപ്പാടെ കരനീട്ടി എന്നെ തൊടുമാറാകണമേ. അപ്പാ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നടത്തുമാറാകണമേ. ദൈവമേ, ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്നേഹം പ്രസ്താവിക്കുന്നവനായി മറ്റൊരു സഹോദരന് മാതൃകയായിരിക്കാൻ എന്നെ സഹായിക്കുമാറാകണമേ. അപ്പാ, ഈ രാത്രികാലം അഴയുടെ താമയിലൂടെ പ്രിയ മക്കൾ സമർപ്പിച്ചിട്ട് പോവുകയാണ്. പാഴ്നിരത്തിലല്ല തമ്പുരാനെ, നീരോട്ടമുള്ള നിരത്തിൽ വീണ് ഇത് 30-60 മിനിറ്റുകൾ ശോഭാൻ അവിടെ സഹായിക്കുമാറാകണമേ. അവസ്ഥക്കനുസരിച്ചല്ല ദൈവമേ, വ്യവസ്ഥ പ്രകാരം ആരാധിക്കാൻ ദൈവത്തിന്റെ ജനത്തെ വിളിച്ചിറക്കുമാറാകണം. സകലദേശീയ നാമത്തിൽ ചോദിക്കുന്നു, കൃപതോന്നി പ്രാർത്ഥന കേൾക്കുന്ന വരം പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.
നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ, പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാവുന്നതാണ്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഒക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ പ്രതികൂലങ്ങൾ ഒക്കെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിക്കാൻ കഴിയും. അങ്ങനെ ഒരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, എന്റെ കഷ്ടത്തെ അവിടുന്ന് കണ്ടിരിക്കാൻ, എന്റെ രോഗത്തെ അവിടുന്ന് കണ്ടിരിക്കാൻ, എന്റെ പ്രതികൂലത്തെ അവിടുന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിന്റെ രാത്രി യാമങ്ങൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ കലഞ്ഞൂർ ശബദിലെ ഒരു സഭ ഇങ്ങനെ ഒരു യോഗ പരമ്പര ഇവിടെ ക്രമീകരിക്കുവാൻ ഇടയായതോർത്ത് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുകയാണ്. ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ അവിടുന്ന് കൊടുത്ത ആ നല്ല താല്പര്യത്തിനായി നന്ദി പറയുന്നു. സ്വർഗീയപിതാവേ, ഇന്ന് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് ആവശ്യമായ ഒരു ദൂത് ലഭിച്ചിരിക്കുകയാണ്. ഈ ദൂത് കേൾക്കാൻ കടന്നു വന്ന അങ്ങയുടെ ദിനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് ഈ ശബ്ദപരിധിക്കുള്ളിലും ഈ പന്തലിനകത്തും ഇരുന്ന് കേട്ട അങ്ങയുടെ ദിനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശനിവാസികൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ ദേശത്തെ അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ഈ ദേശത്ത് ക്രിയ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പന്തലിനകത്ത് കർത്താവേ, ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുമായി കടന്നു ഉള്ളവരുണ്ടെങ്കിൽ കർത്താവ് അവരെ കണ്ടിരിക്കാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ, അവർക്കായി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം അയച്ച് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ അവർക്ക് രോഗവും പ്രയാസവും ഉള്ളത്, അവിടുന്ന് ആ പ്രദേശത്ത് തൊട്ട് ആ ഭാഗത്ത് തൊട്ട് അവരെ സൗഖ്യമാക്കണമേ, വിടുതൽ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, മറ്റ് പലവിധമായ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് അടികൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ ഞങ്ങൾ ഇതാ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണമേ കർത്താവേ. അവർക്ക് ആവശ്യമാവുന്ന ആശ്വാസം, സൗഖ്യം, വിടുതൽ അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കർത്താവെ അവസ്ഥയ്ക്കനുസരിച്ചല്ല, വ്യവസ്ഥ പ്രകാരം അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ ഭാഗ്യമുള്ളവർ, അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള അവിടുത്തെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പും വാഗ്ദത്വമാണല്ലോ. ഞങ്ങൾ അതേ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് കർത്താവെ. ഞങ്ങളെ ആ സ്വർഗീയ കനാലിലെത്തുവോളം ആ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ കർത്താവെ. ഇസ്രായേൽ ജനത്തിന് അവിടുന്ന് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായിരുന്നത് പോലെ ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഈ യാത്രയിൽ ഞങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വൈതരണികളുണ്ട്. എന്നാൽ അവയെല്ലാം മറികടക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസം കാക്കുവാൻ, ഞങ്ങളുടെ വേല തികയ്ക്കുവാൻ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം തന്നിരിക്കാൻ ഞങ്ങൾ ഇതാ പ്രത്യാശയുള്ളവരായി, ഉറപ്പുള്ളവരായി ഈ രാത്രിയിലൂടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ കർത്താവേ. ഞങ്ങൾ തുടർന്നും ആ ഉറപ്പോടെ ജീവിപ്പാൻ, തുടർന്നുള്ളതായ ഈ യോഗ പരമ്പരയിൽ കടന്നു വരുവാൻ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ളവർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവേ, ഈ 4 ദിവസം ഇവിടെ നടക്കുന്ന യോഗ പരമ്പര ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ദേശത്തിനും ഇത് കടന്നു വരുന്നവർക്കെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ആ നിത്യയുടെ തുറമുഖത്ത് ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കാണുമ്പോളം അവരുടെ ചെറുകടിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ തന്ന അരുമരക്ഷേത്ര നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം രാജ്യം വരണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. പരീക്ഷയിലേക്ക് പ്രവേശിക്കും. രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കൂട്ടായ്മ എന്റെ ദൈവമേ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.